ശ്രീ സോമൻ, അതായത് ഇന്ത്യ മുന്നണി പൊതുവിൽ ഇതിനെ വിശേഷിപ്പിക്കുന്നത് മോഡി മീഡിയ പോൾ എന്നാണ്. ഇപ്പോൾ നിജേഷ് പറഞ്ഞത് വെച്ചും ശ്രീ അനിൽകുമാർ പറഞ്ഞത് വെച്ചും 2019 എക്സിറ്റ് പോളിൻ്റെ പകർത്തിയെഴുത്താണോ 2024 ഇവരൊക്കെ ചെയ്തത് എന്നൊരു ചോദ്യമാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. ഇനി കേരളത്തിലേക്ക് വന്നാൽ തന്നെ നോക്കാം. കേരളത്തിൽ ഇതെല്ലാം പറയുമ്പോഴും ബി ജെ പിക്ക് ഏറ്റവും ഒടുവിൽ വരുമ്പോൾ, ഏറ്റവും ഒടുവിലത്തെ സർവേ എന്ന് ഞാൻ പറയുമ്പോൾ എന്താണെന്ന് ഊഹിക്കുന്നത് താങ്കൾക്കറിയാമല്ലോ. അതിൽ പോലും ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്ന് അവർക്ക് പോലും ആത്മവിശ്വാസമില്ല. 2019 ഇതുപോലെ ബി ജെ പിയുടെ കോളത്തിൽ 1 മുതൽ 3 വരെ അല്ലെങ്കിൽ പരമാവധി 2 വരെ എന്നൊരു മര്യാദയുടെ സ്വഭാവത്തിൽ കേരളത്തിലെ ലോക്സഭാ സീറ്റിൻ്റെ എണ്ണത്തിൽ നിങ്ങളുടെ കോളവും പൂരിപ്പിച്ച് ഈ സർവേകൾ ഇട്ടിട്ടുണ്ട് ഇതിനു മുമ്പും. തമിഴ്നാട്ടിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് രാജ്യത്ത് സീറ്റ് കിട്ടില്ല എന്ന് എഴുതി പോവുക എന്ന നിലയിൽ അലട്ടുന്ന മാധ്യമങ്ങൾ ആ രീതിയിൽ ബി ജെ പിയുടെ കോളം 0 ഇടണ്ട എന്ന് വിചാരിക്കുന്നിടത്ത് ഇങ്ങനെ ഇട്ടു പോകുന്നതാണോ എന്ന് ആളുകൾക്ക് സംശയം തോന്നുന്നു. കാരണം നിരന്തരം ഇത് പറയുന്നുണ്ട്, പക്ഷേ സീറ്റ് മാത്രം ഇല്ല. നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് എടുത്താലും ഇതായിരുന്നു സ്ഥിതി. അപ്പോൾ യാഥാർത്ഥ്യവും ഈ പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന അവസ്ഥയിലല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത് ശ്രീ സോമൻ? അത് ബി ജെ പിക്ക് 14-ലും 19-ലും ഉണ്ടായിരുന്നതിനേക്കാൾ അധികം തിരിച്ചറിയാൻ പോകുന്നൊരു ദിവസത്തിലേക്കാണോ നാളെ നേരം വെളുക്കുന്നത്? ശരത്തെ, ഈ എക്സിറ്റ് പോളിനെ കുറിച്ചിട്ട് നമ്മൾ ഇപ്പോഴും ഇവിടെ ചർച്ച ചെയ്യുകയാണ്. ഇന്നലെയും ഇന്നും ചർച്ചയാണ്. അങ്ങൊരു മാധ്യമ പ്രവർത്തകനെന്ന നിലയിൽ മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള ഈ അഭിപ്രായ സർവേ, അവർ പുറത്തുവിട്ടിട്ടുള്ള ഈ സർവേയെ സംബന്ധിച്ച് നിജേഷും ശ്രീ അനിൽകുമാറും ഒക്കെ വിമർശിക്കട്ടെ, പരിഹസിക്കട്ടെ, അത് മോദി മീഡിയ ആണെന്ന് പറയട്ടെ. അങ്ങ് അതിൻ്റെ കൂടെ കൂടുന്നതിനകത്തിൽ എനിക്ക് പരിഭവമുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. മാധ്യമ സ്ഥാപനങ്ങൾ നരേന്ദ്രമോദിയുടേതല്ലല്ലോ. മോദിയെ പറയാൻ വേണ്ടി, പരിഹസിക്കാൻ വേണ്ടി മാധ്യമങ്ങളെ പരിഹസിക്കുകയാണ്. മാധ്യമങ്ങളെ വിശ്വാസമില്ല എന്ന് ശ്രീ അനിൽകുമാർ ഇവിടെ പറയുകയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഒരു സർവേ റിപ്പോർട്ട് തിരിച്ചായിരുന്നു എങ്കിൽ മോദി അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകും, ബി ജെ പി പരാജയപ്പെടും, NDA പരാജയപ്പെടും എന്ന നിലയിലൊരു സർവേ റിപ്പോർട്ടാണ് രാജ്യത്ത് വന്നിരുന്നത് എങ്കിൽ ഈ അനിൽകുമാറിനും കോൺഗ്രസിൻ്റെ പ്രതിനിധിക്കുമൊക്കെ ഈ മാധ്യമങ്ങൾ വലിയ സ്വീകാര്യതയുള്ള സ്ഥാപനങ്ങളായി മാറുമായിരുന്നു. അങ്ങനെ വരില്ല. ഇന്ന് സാഹചര്യം തിരിച്ചാണ്. സാഹചര്യങ്ങൾ നരേന്ദ്രമോദിക്ക് അനുകൂലമാണ്, NDAക്ക് അനുകൂലമാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ ശരത്തെ. അപ്പം നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള സർവേ റിപ്പോർട്ടുകളെ മോദി മീഡിയ എന്ന് പറഞ്ഞ് ഇന്ത്യ മുന്നണിക്കാർ ഇവർ പരിഹസിച്ച് തള്ളിക്കളയുകയാണ്. ഞങ്ങൾക്ക് ഈ സർവേ റിപ്പോർട്ടിനും അപ്പുറത്തേക്ക് ജനങ്ങളിൽ വലിയ വിശ്വാസമുണ്ട്. നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലം രാജ്യത്ത് നടപ്പാക്കിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ, ആ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ആനുകൂല്യങ്ങൾ കിട്ടിയവർ, രാജ്യത്തൊരു സർക്കാരുണ്ട്, ലോകത്തുള്ള മലയാളിക്ക്, ലോകത്തുള്ള ഇന്ത്യക്കാരന് ഒരു പ്രധാനമന്ത്രി ഈ രാജ്യത്തുണ്ട് എന്നൊരു ചിന്തയും ഒരു വികാരവും സൃഷ്ടിക്കാൻ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആനുകൂല്യം ലഭിച്ച ആളുകൾ ആത്മാർത്ഥതയോടെ ക്യൂ നിന്ന് നരേന്ദ്രമോദിക്ക് അനുകൂലമായി, NDAക്ക് അനുകൂലമായി രാജ്യത്താകെ വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണല്ലോ ഇന്നലെ അരുണാചലിൽ നിന്ന് വന്നത്. ഈ അരുണാചലിൽ നിന്ന് വന്ന വിവരത്തെക്കുറിച്ചിട്ട് എന്താണ് അനിൽകുമാറിനും കോൺഗ്രസിൻ്റെ പ്രതിനിധിക്കും പറയാനുള്ളത്? 4 സീറ്റ് അരുണാചലിൽ ഉണ്ടായിരുന്നു, 1 ചുരുങ്ങിയില്ലേ കോൺഗ്രസിന്. അവിടെ മോദി മീഡിയയുടെ ഈ എക്സിറ്റ് പോളിന് വരുന്നതിന് മുമ്പ് അവിടുത്തെ ഫലം വന്നല്ലോ. കേരളത്തിലും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. കേരളത്തിൽ ഞാനൊരു ചോദിച്ചു കൊള്ളട്ടെ, ഏത് സർവേയിലാണ് ബി ജെ പിക്ക് 1 മുതൽ 3 വരെ, 0 മുതൽ 3 വരെ എന്ന സർവേ റിപ്പോർട്ടുകൾ മുൻകാലങ്ങളിൽ വന്നു എന്ന് അങ്ങ് പറഞ്ഞാൽ എന്നാണ് വന്നിട്ടുള്ളത്? ഏതാണ്ട് എല്ലാ സർവേകളിലും ഇപ്പോൾ വന്നിട്ടുള്ളത് 1 മുതൽ 3 വരെ, 1 മുതൽ 4 വരെ എന്ന നിലയിൽ വരുന്നു. ഇവിടെ മാറ്റമുണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ മാറ്റം എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? ഇവിടുത്തെ വോട്ടർമാരുടെ മനസ്സിലുണ്ടായ മാറ്റമാണ്. കേട്ടോ ശ്രീ സോമൻ, എന്താണ് ചേർത്തെ? അതായത് 3ാമത്തെ സീറ്റ് ഏതാണ് എന്ന് ബി ജെ പിക്കാർ തന്നെ തപ്പി നടക്കുകയാണെന്ന് പറഞ്ഞ രാഷ്ട്രീയ പരിഹാസവും വിമർശനവും എതിർ പാർട്ടിക്കാരിൽ നിന്നുണ്ടായിട്ട് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. 2ാമത്തെ കാര്യം, ഞാൻ അതിൻ്റെ ഒരു ട്രെൻഡിനെ കുറിച്ചാണ് പറഞ്ഞത്. ഏത് തെരഞ്ഞെടുപ്പ് സമീപകാലത്തെടുത്താലും കേരളത്തിൽ നിങ്ങളില്ലാത്ത തെരഞ്ഞെടുപ്പില്ല. നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ട്, നിങ്ങളുടെ അക്കൗണ്ട് തുറക്കും, നിങ്ങൾ ആ നിലയിൽ കേരളത്തിൻ്റെ പാർട്ടാണ് എന്ന രീതിയിലാണ് ഈ സർവേക്കാർ പറഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ.
ആ രീതിയിലാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJPക്ക് സീറ്റ് ഉണ്ടാവുമെന്ന്, ഒന്നിലധികം സീറ്റുകൾ ഉണ്ടാകുമെന്ന്, BJP അക്കൗണ്ട് തുറക്കുമെന്ന് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ അങ്ങനെ സർവേ അഭിപ്രായ റിപ്പോർട്ടുകൾ വന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഒന്നിലധികം മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള സർവേ റിപ്പോർട്ടിൽ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കും, ഒന്നിലധികം സീറ്റുകൾ നേടും എന്ന് പറയുകയാണ്. പക്ഷേ ഞാൻ ഒരു വാചകം താങ്കളോട് ശ്രദ്ധയോട് സൂചിപ്പിച്ചിരുന്നു. ഏറ്റവും അവസാനം വന്ന എക്സിറ്റ് പോളിൽ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കില്ല എന്ന് കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളെയും സവിസ്തരം വിശദീകരിച്ച് വിശകലനം ചെയ്ത് ചർച്ച ചെയ്ത് അവതരിപ്പിച്ചപ്പോൾ അവർ പറയുന്നില്ല എന്നത് നിങ്ങളെ സംബന്ധിച്ച് നിരാശയുള്ളതല്ലേ? മുമ്പ് പറഞ്ഞ ചിലരെയൊക്കെ എടുത്തുയർത്തി കാട്ടുമ്പോൾ ഏറ്റവും അവസാനം മലയാളി കണ്ട ഒരു എക്സിറ്റ് പോളിൽ നിങ്ങൾക്ക് സീറ്റില്ല എന്നൊരവസ്ഥയുണ്ട്. നിങ്ങളെ 2ാം സ്ഥാനത്ത് പത്തനംതിട്ടയിൽ കൊണ്ടിരുത്തിയിട്ടുണ്ട്. അതേക്കുറിച്ച് ശ്രീ അനിൽകുമാർ നേരത്തെ സൂചിപ്പിച്ചല്ലോ. 19-ൽ മറ്റൊരു ചാനൽ അങ്ങനെ ഒരു തിയറി അവതരിപ്പിച്ചു. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്നത് കണ്ടതുമാണ്. ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് എനിക്ക് ഈ എക്സിറ്റ് പോളുകൾക്കും അപ്പുറത്തേക്ക് BJPക്ക് NDAക്ക് കേരളത്തിൽ വലിയ മുന്നേറ്റത്തിൻ്റെ സാഹചര്യമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത് എക്സിറ്റ് പോളുകളെ ആശ്രയിച്ചല്ല, മറിച്ച് ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾ നടത്തിയിട്ടുള്ള അവലോകനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഇവിടെ ഇടതുപക്ഷത്തും കോൺഗ്രസും പരമ്പരാഗതമായി നേടിക്കൊണ്ടിരുന്ന വോട്ടുകളിൽ വലിയ വിള്ളൽ വീഴ്ത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ആലപ്പുഴയിൽ ഇരുന്നു കൊണ്ടാണ്. ആലപ്പുഴയിലാണല്ലോ കഴിഞ്ഞ തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരേ ഒരാളുണ്ടായിരുന്നത്, കനലൊരു തരി. അവിടെ BJP 1,88,000 വോട്ടുകൾ നേടിയ പശ്ചാത്തലത്തിൽ നിന്ന് ഈ തവണ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തുണ്ടാകുമ്പോകുന്ന മാറ്റത്തെ സംബന്ധിച്ച് ശ്രീമാൻ അനിൽകുമാറും കോൺഗ്രസിൻ്റെ പ്രതിനിധിയും അഭിപ്രായങ്ങൾ പറയുമ്പോൾ പരമ്പരാഗതമായി CPMന് കിട്ടിക്കൊണ്ടിരുന്ന, പരമ്പരാഗതമായി കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളിൽ വലിയ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് അത്ഭുതകരമായ മുന്നേറ്റത്തിന് ഈ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം സാക്ഷിയാകാൻ പോവുകയാണ് അനുകൂലമായിട്ട്. ആ സാഹചര്യം ഉണ്ടായത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ആ സാഹചര്യമുണ്ടായത് നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയിട്ടുള്ള ക്ഷേമ പദ്ധതികൾ, കിസാൻ സമ്മാൻ നിധി കോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ. കിസാൻ സമ്മാൻ നിധി കോട്ട് ചെയ്ത നേരത്തെ പറഞ്ഞു തുടക്കവും അതാണ് പറഞ്ഞു. പ്ലീസ്